അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി പരിശുദ്ധമായ റമദാനിൻ്റെ മാസപ്പിറ കണ്ട് പണ്ഡിതന്മാരെല്ലാവരും നമുക്കതിൻ്റെ കൃത്യമായ നിർദ്ദേശം എത്തിച്ചു തന്ന ആ പരിശുദ്ധമായ രാത്രി നാളെ റമദാൻ 1 ഇന്ന് രാത്രി മുതൽ തറാവീഹ് നിസ്കാരത്തിലും മറ്റും കൃത്യമായി ഇടപെടണം എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്ന പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചത് മുതൽ അങ്ങോട്ടേക്കുള്ള സമയങ്ങൾ പരിശുദ്ധമായ റമദാനിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. റമദാനിനെ ഉറപ്പിച്ച രാത്രികളാണ്. ഈ റമദാൻ 1 നാളെ എന്നുറപ്പിച്ച ആദ്യത്തെ തറാവീഹിൻ്റെ രാത്രിയുടെ പ്രതിഫലം, ആ രാത്രിയുടെ പ്രതിഫലം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി എനിക്ക് നഷ്ടമായി പോയല്ലോ എന്നോർത്ത് നമ്മൾ വല്ലാതെ വേദനിക്കും. ഇന്നലെ രാത്രി എനിക്ക് നഷ്ടമായി പോയല്ലോ എന്നോർത്ത് നമ്മൾ വല്ലാതെ വേദനിക്കും. യാതൊരു സംശയമില്ല. മഹാന്മാർ പഠിപ്പിച്ച ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന തോന്നും. എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇന്നലെ രാത്രി തറാവീഹ് നിസ്കാരവും കഴിഞ്ഞ് രാത്രിയിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ, സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഹദീസിൽ കാണാം, അടുത്ത റമദാൻ വരെയുള്ള ഒരു വർഷക്കാലം നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. നമ്മുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു തആല വലിയ ഫത്ഹ് നൽകും, വലിയ സംരക്ഷണം നൽകും. നമുക്കെല്ലാം അള്ളാഹു തആല അത് സാധ്യമാക്കി തരും. ഹലാലായ രീതിയിലെല്ലാം അള്ളാഹു തആല നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരും. അത്രയും വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു രാത്രിയാണ് ഇന്നലെ നമുക്ക് കഴിഞ്ഞു പോയ രാത്രി. ഒരുപാട് ഹതഭാഗ്യവാന്മാരുണ്ട്. ഇന്നലെ രാത്രിയിൽ നമ്മളൊക്കെ തറാവീഹ് നിസ്കരിച്ചവരാണ്, നമ്മളൊക്കെ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയവരാണ്. പള്ളിയിൽ വെച്ച് ഉസ്താദ് റമദാനിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് വഅദ് പറഞ്ഞു തന്നപ്പം അത് കേട്ട് ഇനി അങ്ങോട്ട് നല്ല ജീവിതം നയിക്കണം എന്നാഗ്രഹിച്ച് ഇറങ്ങിപ്പോയവരാണ്. പക്ഷേ അതേ സമയത്തും ചില ഹതഭാഗ്യവാന്മാർ ഇന്നലെ രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കാൻ കഴിയാതെ പലപ്പോഴും പല തിരക്കുകൾ കാരണം ഇന്നലത്തെ തറാവീഹ് നഷ്ടമായി ഓടി വന്ന് കിടന്നിറങ്ങി അത്താഴത്തിന് എഴുന്നേറ്റ് ഇന്ന് മുതലല്ലേ നോമ്പ്, ഇന്ന് മുതലെല്ലാം റെഡിയാക്കാം എന്ന് കരുതിയവരുണ്ടാകും. പക്ഷേ ഇന്നലെ നഷ്ടപ്പെട്ടു പോയത് വലിയ നഷ്ടമാണ്, ഒരു തീരാ നഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ ഫത്ഹ് റമദാനിലെ ആദ്യത്തെ രാത്രിയിൽ, റമദാൻ ഉറപ്പിച്ച ആ രാത്രിയിൽ, ആദ്യത്തെ 1ാമത്തെ തറാവീഹുള്ള രാത്രിയിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ അടിമക്ക് അള്ളാഹു തആല അടുത്ത റമദാൻ വരെ എല്ലാ ഫുതൂഹാത്തുകളും നൽകും, സംരക്ഷണം നൽകും എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇന്നലെ നഷ്ടപ്പെട്ടവരോട് അള്ളാഹു തആല വലിയ കാരുണ്യവാനാണ്. അവൻ്റെ ഖജനാവ് വിശാലമാണ്. അള്ളാഹു ഇന്നലെ തന്നില്ല അല്ലേ, ഇന്നലെ ഓതിയിട്ടില്ല അല്ലേ, ഇന്ന് നീ ഓതിയിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നൊന്നും പറഞ്ഞ് കാപ്പട്യം കാണിച്ച് നിൽക്കുന്ന യജമാനനല്ല റബ്ബ്. അവൻ്റെ അടിമകൾക്ക് വാരിക്കോരി കൊടുക്കാനിരിക്കുന്ന റബ്ബാണ്. അതിനുള്ളൊരു മാസം കൂടിയാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഈ പരിശുദ്ധ റമദാനിൽ ഇന്നലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സൂറത്തുൽ ഫത്ഹിനെ ഇന്ന് മഗ്‌രിബിന് മുൻപ് നല്ല ആത്മാർത്ഥതയോടെ, നല്ല മനസ്സംതൃപ്തിയോടെ എൻ്റെ റബ്ബ് എനിക്ക് തരും എന്ന ഉറപ്പോടെ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് നല്ല ആത്മസംതൃപ്തിയോടെ, മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുകയാണ് എന്നൊരൊറ്റ ഉറപ്പോടെ നമ്മൾ ഇന്ന് മഗ്‌രിബിന് മുമ്പ് തന്നെ, ഇന്നലെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി അള്ളാ, ഇന്നലത്തെ അതേ പവറോടുകൂടെ എന്നിൽ നിന്ന് നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് മനസ്സിൽ കരുതി ആ സൂറത്തുൽ ഫത്ഹിനെ പാരായണം ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് ഉയർത്തണം. നോമ്പുകാരൻ ദുആ ചെയ്യുമ്പോൾ അവൻ്റെ ദുആയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയുമില്ല. നേരെ അത് അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തും. അള്ളാഹ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നോമ്പുകാരൻ ദുആ ചെയ്യുന്നുണ്ടോ, നോമ്പുകാരൻ എന്നോട് ചോദിക്കുന്നുണ്ടോ, ഞാൻ അവനിക്ക് കൊടുക്കട്ടെ എന്ന് കരുതി അള്ളാഹു തആല ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. അപ്പം നേരെ റബ്ബിൻ്റെ അടുത്തേക്ക് ഇതങ്ങെത്തും, ഒരു മറയുമില്ലാതെ. അള്ളാഹു തആല നമ്മുടെ ദുആ അങ്ങനെ റബ്ബിൻ്റെ അടുത്തേക്ക് എത്തുന്ന ദുആ ആക്കി മാറ്റിത്തരട്ടെ. അവനതിനെ സ്വീകരിച്ച് നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അള്ളാഹു തആല തന്നെ കാട്ടിത്തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോടും ഒരു ദുആ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യത്തെ റമദാൻ 1 നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആ, ആ ദുആ നമ്മൾ ചെയ്തു കഴിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹു തആല ഈ പരിശുദ്ധ റമദാനിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് ഇറക്കിത്തരും. ഈ റമദാനിൻ്റെ നന്മകൾ ഒരുപാട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു തആല നമുക്ക് ഉണ്ടാക്കിത്തരും. എന്താണ് ആ ദുആ എന്നുള്ളത് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാകും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ അല്ലെങ്കിൽ എഴുതി വെച്ചോ.
അത് ഇന്ന് ഒരുപാട് ധാരാളം ഇന്ന് നോമ്പ് മുറിക്കുന്നതിന് മുൻപ് തന്നെ ധാരാളമായി ചൊല്ലാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്ന് അല്ലാഹുമ്മ ജഅൽ സിയാമി സിയാമസ് സായിമീൻ, അല്ലാഹുമ്മ ജഅൽ സിയാമി സിയാമസ് സായിമീൻ വ ഖിയാമി ഖിയാമൽ ഖായിമീൻ വനബ്ബിഹിനി അൻ നൗമത്തിൽ ഗാഫിലീൻ യാ ഇലാഹൽ ആലമീൻ വയാ ഖൈറൻ നാസിരീൻ. ഒരു പ്രാവശ്യം കൂടെ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ജഅൽ സിയാമി സിയാമസ് സായിമീൻ വ ഖിയാമി ഖിയാമൽ ഖായിമീൻ വനബ്ബിഹിനി അൻ നൗമത്തിൽ ഗാഫിലീൻ യാ ഇലാഹൽ ആലമീൻ വയാ ഖൈറൻ നാസിരീൻ. സഹായികളിൽ അത്യുന്നതനായ അള്ളാഹുവെ, അതിൻ്റെ അർത്ഥവും അടിയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. സഹായികളിൽ അത്യുന്നതനായ അള്ളാഹുവെ, എൻ്റെ വ്രതങ്ങളെ സ്വീകാര്യത നേടിയ നിൻ്റെ നോമ്പുകാരുടെ കൂട്ടത്തിലും എൻ്റെ നിസ്കാരങ്ങളെ നീ പൊരുത്തപ്പെടുന്ന നിസ്കാരക്കാരുടെ പോലെയും ആക്കണമേ. ആരാധനാ കാര്യത്തിൽ അശ്രദ്ധ പുലർത്തുന്നവരുടെ നിദ്രയെ തൊട്ട് എന്നെ നീ ഉണർത്തുകയും ചെയ്യണമേ എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹുവേ എൻ്റെ നോമ്പിനെ നീ സ്വീകരിക്കുന്ന നോമ്പുകാരുടെ കൂട്ടത്തിലാക്കണം, എൻ്റെ നിസ്കാരത്തെ നീ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ കൂട്ടത്തിലാക്കണം. ആരാധനകളൊന്നും ശ്രദ്ധിക്കാതെ ഒരു ഉറക്കം നടിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്, അത്തരക്കാരിൽ എന്നെ നീ പെടുത്തല്ലേ അല്ലാ എന്ന് നമ്മൾ ആദ്യത്തെ നോമ്പിന് തന്നെ പറയുമ്പം, നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ദുആയും അള്ളാഹുവും തമ്മിലുള്ള ഒരു മറയുമില്ല, നേരെ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ്. ഇന്ന് നമ്മൾ ഒരുപാട് സമയം ഈ ദുആഇനെ നിസ്കാരശേഷമൊക്കെ ഇരുന്ന് ഇതിനൊരുപാട് സമയം ഈ ദുആഇനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹു തആല ഈ റമദാൻ, ഈ പരിശുദ്ധ റമദാനിൽ അവൻ സ്വീകരിക്കുന്ന അടിമയുടെ നിസ്കാരം എങ്ങനെയാണോ, അവൻ സ്വീകരിക്കുന്ന അടിമയുടെ നോമ്പ് എങ്ങനെയാണോ, അവൻ സ്വീകരിക്കുന്ന അടിമയുടെ സൽക്കർമ്മങ്ങൾ എങ്ങനെയാണോ, ആ സൽക്കർമ്മങ്ങളിൽ നമ്മുടെ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരും. അങ്ങനെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരാജയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ റമദാൻ മാസത്തെ വിജയിപ്പിച്ചവരായി, റമദാനിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചവരായി, റമദാൻ അവസാനം റമദാൻ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ റമദാനിനെ സന്തോഷത്തോടെ യാത്ര അയച്ചവരായി നമ്മൾ മാറും. അല്ലാഹു തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം. വആഖിറു ദഅ്വാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരോട്, റമദാൻ മാസത്തിൽ നമ്മൾ ഓരോ സെക്കൻഡും നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നുറപ്പിക്കുന്നവരാവണം. ഓരോ സെക്കൻഡും നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നുറപ്പിക്കുന്നവരാവണം. നന്മ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ പോകുന്നത് നന്മയിലേക്കാണ്, ഞാൻ ചിന്തിക്കുന്നത് നന്മയാണ്, ഞാൻ സംസാരിക്കുന്നത് നന്മയാണ്. ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്ന സമയത്ത് ഇല്ല, അല്ലാഹുവേ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം, അറിയാതെ സംഭവിച്ചു പോയി, നീ പൊറുക്കണം അല്ലാ, തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു റമദാൻ, നന്മ ചിന്തിക്കുന്ന ഒരു റമദാൻ, നന്മ ചെയ്യുന്ന റമദാൻ, നന്മയിലേക്ക് സംസാരിക്കുന്ന, നന്മയ്ക്ക് വേണ്ടി ഇടപെടുന്ന, നന്മയിലേക്ക് നടക്കുന്ന, കൈകൊണ്ട് നന്മ ചെയ്യുന്ന, കാലുകൊണ്ട് നന്മ ചെയ്യുന്ന, അങ്ങനെ നന്മയിൽ മാത്രമായുള്ളൊരു റമദാനായി ഈ റമദാനിനെ മാറ്റിക്കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതവും നന്മയുടേത് മാത്രമാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.